ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും വിതരണം നിലച്ചതോടെ മെഡിക്കൽ കോളേജുകളിൽ ഗുരുതര പ്രതിസന്ധി. ശസ്ത്രക്രിയാ ഉപകരണങ്ങൾക്കും മരുന്നിനും കടുത്ത ക്ഷാമം. 158 കോടി രൂപ കുടിശ്ശികയായതോടെ മരുന്ന്, സ്റ്റെന്റ് തുടങ്ങിയവയുടെ വിതരണം അവസാനിപ്പിച്ചു. കോഴിക്കോട്ടാണ് രൂക്ഷമായ പ്രതിസന്ധി. മരുന്നും ഉപകരണങ്ങളുമടക്കം 90 കോടിയിലധികമാണ് കോഴിക്കോട്ട് കുടിശ്ശിക. ഉപകരണ വിതരണത്തിൽ കോഴിക്കോട്ട് 34 കോടിയും തിരുവനന്തപുരത്ത് 29 കോടിയും കോട്ടയത്ത് 21 കോടിയും നൽകാനുണ്ട്. ആശങ്കയിലാണ് രോഗികൾ. അഭിജിത്ത് മുഴക്കുന്നും സുനിഷ അയലൂരും അഖിൽ കെയും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം അഭിജിത്ത് മുഴക്കുന്നിലേക്ക്. അഭിജിത്ത്, മെഡിക്കൽ കോളേജുകളിലെ ഗുരുതര പ്രതിസന്ധി അത് കോഴിക്കോട്ട് ഏറ്റവും രൂക്ഷമായിരിക്കുകയാണ്. എത്രയാണ് കുടിശ്ശിക? ഈ കുടിശ്ശിക തീർക്കാനായിട്ടുള്ള ശ്രമം ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയാവില്ലേ? സുജി, അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നുകൾ വിതരണം ചെയ്തതിലും ഒപ്പം ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകിയതിലും അനുബന്ധ സാധനങ്ങൾ നൽകിയ വകയിലും 90 കോടിയിലേറെ രൂപയുടെ കുടിശ്ശികയാണുള്ളത്. അത് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർക്ക് ലഭിക്കാനുള്ള പണമാണ്. ഈ പണം ഇവർക്ക് നൽകാത്ത സാഹചര്യത്തിലാണ് ഈ മാസം 1 മുതൽ ഇവയുടെ വിതരണം പല വിതരണക്കാരും നിർത്തിയത്. അങ്ങനെ അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ അത് 3-1 കുറയ്ക്കേണ്ട സാഹചര്യമുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയൊക്കെ 3-1 മാത്രമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നടക്കുന്നത്. പല ശസ്ത്രക്രിയകളും മുടങ്ങിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിയന്തര ആൻജിയോപ്ലാസ്റ്റി മുടങ്ങുന്നു. അതിനു പിന്നാലെ താൽക്കാലികമായി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായത്. ശാശ്വതമായി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെ രോഗികൾ വലിയ ബുദ്ധിമുട്ട് നേരിടും. അവർക്ക് പലപ്പോഴും പെട്ടെന്ന് നടക്കേണ്ട പല ശസ്ത്രക്രിയകളും കാലങ്ങളോളം കാത്തു നിൽക്കേണ്ട അവസരം വരും. അങ്ങനെയൊരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇതിപ്പോൾ മരുന്നുകൾക്കും വലിയ ക്ഷാമം നേരിടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ ഒരു വർഷം മുൻപ് സമാനമായ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ വീണ്ടും അങ്ങനെയൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. നീതി മെഡിക്കൽ സ്റ്റോർ വഴിയും ന്യായവില മെഡിക്കൽ സ്റ്റോർ വഴിയൊക്കെയുള്ള മരുന്നുകൾക്ക് ക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുന്നു. പാവപ്പെട്ട രോഗികൾ ഡോക്ടർ കുറിച്ച് നൽകിയ കുറിപ്പടിയുമായി എത്തുമ്പോൾ അവർക്ക് മരുന്നില്ല എന്നുള്ള മറുപടിയാണ് ലഭിക്കേണ്ടി വരുന്നത്. അവർക്ക് പുറത്തുനിന്നുള്ള മെഡിക്കൽ സ്റ്റോറുകളെ ആശ്രയിക്കേണ്ട സ്ഥിതി വരുന്നു. കയ്യിൽ നിന്ന് കുറേ പണം കൊടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുജിയ, 34 കോടി രൂപയാണ് ഉപകരണങ്ങൾ വാങ്ങിയ വകയിൽ വിതരണക്കാർക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കാനുള്ളത്. അത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികമാണ്. അങ്ങനെ ഇവയൊക്കെ ലഭിക്കണമെന്നുള്ളൊരു ആവശ്യം കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ മുന്നോട്ട് വെക്കുന്നതാണ്. ഏതാണ്ട് 3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരം പണം അത് തന്നു തീർക്കാമെന്നുള്ളൊരു വ്യവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ ആ വ്യവസ്ഥ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറേ കാലം പണം ലഭിക്കാതെ വരുമ്പോൾ അവർക്ക്, ഈ വിതരണക്കാർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവർ നിരന്തരം ചോദിച്ചു വരുന്നു. പക്ഷേ തങ്ങളുടെ കയ്യിൽ പണമില്ല എന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നു. അങ്ങനെ വിതരണം അവസാനിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഏതായാലും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്കാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സാഹചര്യങ്ങൾ കടക്കുന്നത്. ഉടനടി ഒരു ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. പല പദ്ധതികളിൽ ഉൾപ്പെടുത്തിയുള്ള പണം അത് ആരോഗ്യവകുപ്പിൽ നിന്ന്, സർക്കാരിൽ നിന്ന് മെഡിക്കൽ കോളേജുകളിലേക്ക് ലഭിക്കാനുണ്ട്. ആ പണം ലഭിച്ചു കഴിഞ്ഞാൽ പല പ്രതിസന്ധികളും അവസാനിക്കും. പക്ഷേ അങ്ങനെയൊരു ഇടപെടൽ, അങ്ങനെയൊരു നീക്കമാണ് ഏറ്റവും അടിയന്തരമായി ഉണ്ടാകേണ്ടത് സുജയ. ഓക്കെ, വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അഭിജിത്ത് മുഴക്കുന്നതാണ്. സുനിഷ അയലൂർ കൂടി നമുക്കൊപ്പം. സുനിഷ അയലൂർ, 1-2 അല്ല, കോടികളുടെ കുടിശ്ശികയാണ്. കുറെ കാലമായുള്ള പ്രശ്നമാണ്. മരുന്നുകളുടെ വിതരണം നിലയ്ക്കുമ്പോൾ അതിൽ വലിയ രീതിയിൽ രോഗികൾ ബുദ്ധിമുട്ടിലാകുന്നില്ലേ സുനിഷ? ഉറപ്പായിട്ടും സുജയ, അതിലൊരു സംശയവുമില്ല. നമുക്കറിയാം, കുറച്ചു കാലം മുന്നെയാണ് ഡോക്ടർ ഹാരിസ് ഇത്തരത്തിലൊരു ഉപകരണമില്ലാത്തതിന്റെ പേരിൽ ശസ്ത്രക്രിയ നടത്താതിരുന്നതിന്റെ കാര്യം പറഞ്ഞിരുന്നത്. അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും പിന്നാലെ തന്നെ ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത് ഉടൻ തന്നെ അതിൽ തീരുമാനമെടുക്കും, അതായത് ഉപകരണങ്ങളെല്ലാം തന്നെ കൃത്യമായി എത്തിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥിതി അത്തരത്തിലല്ല എന്നുള്ളതാണ്. നേരത്തെ അഭിജിത്ത് പറഞ്ഞതുപോലെ ഇതൊരു മെഡിക്കൽ കോളേജിലെ വിഷയമല്ല, നിരവധി ആശുപത്രികൾ, സർക്കാർ ആശുപത്രികളിലെ എല്ലാം വിഷയമായി ഇത് മാറുന്നു എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഈ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ നൽകുന്ന വിതരണക്കാർക്കാണ് 158 കോടി രൂപ നൽകാനുള്ളത്. ഈ കുടിശ്ശിക നൽകാത്തതിന് പിന്നാലെ തന്നെ വിതരണം പാടെ നിർത്തിവെച്ചിരിക്കുകയാണ് ഇവർ. സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷം മുതൽ, അതായത് 2024 മുതൽ നൽകാനുള്ള കുടിശ്ശികയാണിത്. അന്ന് ഇവർ ചർച്ച നടത്തിയിരുന്നു. ഇനിയും പണം നൽകിയില്ലെങ്കിൽ വിതരണം നടത്താൻ കഴിയില്ല എന്ന്. അന്ന് മന്ത്രി വീണ ജോർജുമായി ഒരു ചർച്ച നടത്തുന്നു. പക്ഷേ ആ ചർച്ച വീണ്ടും പരാജയത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും എത്ര കാലം ഇങ്ങനെ പണം ലഭിക്കാതെ വിതരണം നടത്താൻ കഴിയുമെന്നുള്ളതാണ് വിതരണക്കാർ ചോദിക്കുന്നത്. അതിന്റെ ഭാഗമായി
തന്നെയാണ് അവർ ഇപ്പോൾ ഇത് നിർത്തുകയും ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം 30 കോടി 29 കോടിയിലേറെയാണ് ഇവർക്ക് കൊടുക്കാനുള്ളത്. അഭിജിത്ത് പറഞ്ഞ അതേ സമാനമായ സ്ഥിതിയാണ്. മെഡിക്കൽ കോളേജ് പറയുന്നത് അവർക്ക് പണം ലഭിച്ചിട്ടില്ല, എങ്ങനെ കൊടുക്കാൻ കഴിയുമെന്നുള്ളതാണ് അവർ പറയുന്നത്. പക്ഷേ എത്തുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം മെഡിക്കൽ കോളേജ് പണം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ പണം കൊടുക്കുമോ എന്ന് നോക്കുകയല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പോകുന്ന ആശുപത്രിയിൽ കൃത്യമായ ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ്. നല്ല ചികിത്സ ലഭിക്കുമെന്ന് കരുതിയാണ് മെഡിക്കൽ കോളേജുകളിലേക്കും ഈ സർക്കാർ ആശുപത്രികളിലേക്കും ഒക്കെ എത്തുന്നത്. പക്ഷേ അവിടെ നിന്നും ഉപകരണങ്ങളില്ല, ഇന്ന് ശസ്ത്രക്രിയ നടത്താൻ കഴിയില്ല, പോയി വരൂ എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ശസ്ത്രക്രിയ മുടങ്ങുന്നൊരു സാഹചര്യമോ അത്തരത്തിലൊരു സ്ഥിതിയിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ പൂർണ്ണമായും ഈ ഉപകരണങ്ങൾ ലഭിക്കാതെ ഈ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്നൊരു ഘട്ടത്തിൽ പൂർണ്ണമായും ഈ ഉപകരണങ്ങൾ എത്താതിരിക്കുമ്പോൾ അത് ശസ്ത്രക്രിയ മുടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. അത്തരത്തിലൊരു വലിയ പ്രതിസന്ധിയിലേക്ക് മാറുമെന്നത് തന്നെയാണ് കണക്കുകൂട്ടൽ. അത്തരമൊരു പ്രതിസന്ധിയിലേക്ക് എത്താതിരിക്കാൻ ഉടൻ തന്നെ നടപടിയെടുക്കുക എന്നത് മാത്രമാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് വിതരണക്കാർ പറയുന്നത്. ഒരു ചർച്ചയ്ക്ക് കൂടി തയ്യാറാണ്, മന്ത്രിയോട് ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷേ ഈ കുടിശ്ശിക ലഭിക്കാതെ ഇനി വിതരണം നടത്താൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുകയും ചെയ്യുന്നത്. സ്റ്റെൻഡ് ഉൾപ്പെടെയുള്ള ഈ ഉപകരണങ്ങൾ ഒന്നും തന്നെ എത്തുന്നില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായും ഹൃദയ ശസ്ത്രക്രിയ പോലുള്ള നിരവധി ശസ്ത്രക്രിയകൾക്കായി ഒരു ദിവസം തന്നെ നൂറുകണക്കിന് രോഗികൾ വരുന്ന മെഡിക്കൽ കോളേജുകളാണ്. ഈ മെഡിക്കൽ കോളേജുകളിലാണ് ഇത്തരത്തിൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിന്റെ പേരിൽ രോഗികളെ തിരിച്ചയക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഉടൻ തന്നെ നടപടിയെടുക്കുക എന്നുള്ളതാണ്. വിതരണക്കാർ ഏതായാലും പണം ലഭിക്കാതെ മറ്റൊരു നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളത് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു വഴി തേടുക എന്നതിനപ്പുറം എത്ര പെട്ടെന്ന് ഇവർക്ക് കുടിശ്ശിക തീർക്കാൻ കഴിയുമെന്നത് തന്നെയാണ് ആലോചിക്കേണ്ടത്. അത്തരം ആലോചന സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് വൈകുന്നു എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. സുജയ. ഓക്കെ സുനിഷ, നമുക്ക് കോട്ടയത്തെ കണക്കുകൂടി ഒന്ന് നോക്കാം. അഖിൽ കെ, കോട്ടയത്ത് 21 കോടിയാണ് കുടിശ്ശിക. അവിടുത്തെ ഒരു പ്രതിസന്ധി എത്രത്തോളം രൂക്ഷമാണ്? സുജയ പറഞ്ഞതുപോലെ തന്നെ 21 കോടി രൂപയുടെ കുടിശ്ശികയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലുള്ളത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയ മുടങ്ങുന്നു എന്നെങ്കിൽ അത്തരത്തെ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ മേലൊരു സമ്മർദ്ദം ഈ സപ്ലൈ ചെയ്യുന്ന ആളുകളുടെ ഭാഗത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആ കാര്യം നമ്മളോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇനിയും കുടിശ്ശിക മുടങ്ങുകയാണെങ്കിൽ ഈ മെഡിക്കൽ കോളേജിലൊക്കെ സപ്ലൈ പൂർണ്ണമായും നിർത്തിവെക്കും എന്നുള്ള കാര്യം അത്തരത്തിലൊരു സമ്മർദ്ദം ഇവർ ചെലുത്തുന്നുണ്ട്. പക്ഷേ വ്യക്തിപരമായ ബന്ധം ഡോക്ടർമാരുടെയും അതുപോലെ തന്നെ സൂപ്രണ്ടടക്കമുള്ള ആളുകളുടെ വ്യക്തിപരമായ ബന്ധം കൊണ്ടാണ് ഇപ്പോഴും ഈ 6 മാസത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ഉണ്ടായിട്ട് പോലും ഈ ചെറിയ തോതിലെങ്കിലും കൃത്യമായി തന്നെ ഇവർ ഈ ഉപകരണങ്ങൾ നൽകുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. കാസ്പ് പ്രകാരമുള്ള പദ്ധതി പ്രകാരമുള്ള ചികിത്സയൊക്കെ തന്നെ അതായത് സൗജന്യമായിട്ട് അല്ലെങ്കിൽ ഈ വില ലഭിക്കുന്ന ചികിത്സ മുടങ്ങുന്ന ഒരു സാഹചര്യം കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. അതിപ്പോഴും പുനരാരംഭിക്കാൻ 1.5 വർഷത്തിലധികമായി ഈ കാസ്പ് വഴിയുള്ള ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വലിയ തുക നൽകിക്കൊണ്ട് പുറത്തുനിന്നും ഇത്തരത്തിൽ ഈ ഉപകരണങ്ങളും അതുപോലെ തന്നെ മരുന്നുകളടക്കം വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് നേരത്തെ തന്നെ സപ്ലൈ ചെയ്യുന്ന ആളുകൾ നിർത്തിയതാണ്. 6 മാസത്തിലധികമായി ആ സപ്ലൈ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിർത്തിയിരുന്നു. ഇപ്പോൾ ഈ ഉപകരണങ്ങളുടെ സപ്ലൈ കൂടി നിർത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ ഹൃദയ ശസ്ത്രക്രിയ കേരളത്തിൽ നടക്കുന്നത്. ഈ ഹൃദയ ശസ്ത്രക്രിയ ഏറെ പേര് കേട്ട ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം. അതോടൊപ്പം തന്നെ ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള രോഗികളും പ്രധാനമായും ആശ്രയിക്കുന്നത് അവരുടെ മെഡിക്കൽ കോളേജ് ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്നുള്ള ആളുകളൊക്കെ തന്നെ എത്തുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ്. ഒരു ദിവസം 1500-ലധികം OP നോക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് ഈ ശസ്ത്രക്രിയ അടക്കം മുടക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന വലിയ ആശങ്ക ഇവിടെയുള്ള ആശുപത്രിയിൽ അധികൃതർക്ക് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവർ തന്നെ പരസ്യമായിട്ടില്ലെങ്കിൽ പോലും രഹസ്യമായി തന്നെ അവർ പങ്കുവെക്കുന്ന കാര്യവും അത് തന്നെയാണ്. അതായത് ഇനിയും ഇത്തരത്തിൽ ഈ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടിശ്ശിക നൽകുന്നത് ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ കുടിശ്ശിക വരുത്തി കൂടുതൽ കാലത്തേക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായും ഈ സപ്ലൈ നൽകുന്നവർ പൂർണ്ണമായും ഈ സപ്ലൈ നിർത്തും. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും കോട്ടയം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയകൾ മുടങ്ങും എന്നുള്ള കാര്യം ഉറപ്പുള്ള കാര്യം തന്നെയാണ്. അത് യാതൊരു സംശയവും വേണ്ടതില്ല എന്നുള്ളതാണ്. രോഗികളെയാണ് അത് വലിയ തോതിൽ വലയ്ക്കുക എന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴയിൽ നിന്നുള്ള രോഗികൾ പോലും കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ 3 ജില്ലകൾക്ക് താങ്ങായി നിൽക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. ആ ആശുപത്രിയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. ചെറിയ ഫണ്ടുകളൊക്കെ പാസ്സായിട്ടുണ്ട് എന്ന് അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് കൃത്യമായി നൽകിയത് എത്ര അടിയന്തരമായി തന്നെ നൽകണം, അടിയന്തരമായി തന്നെ ഈ പ്രശ്നം പരിഹരിക്കണം എന്നൊരു ആവശ്യമാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഉള്ളത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ആശ്വാസകരമാണ്. സുജയ.